സിമ്പിൾ പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീപ്പ് ഇയർ പ്രോഗ്രാംസ്. ഒരു ഇയർ ലീപ്പ് ഇയർ എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ ഒരു ഇയറിന് നമുക്ക് 400 കൊണ്ട് ഡിവിസിബിൾ ആകുമ്പോഴും, അല്ലെങ്കിൽ ആ ഇയർ 4 കൊണ്ട് ഡിവിസിബിളും 100 കൊണ്ട് നോട്ട് ഡിവിസിബിൾ ആണെങ്കിലുമാണ് ഇയറിനെ എന്ത് പറയുന്നത്? ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള പ്രോഗ്രാമാണ്. ഇയർ ഏതാണെന്നുള്ളത് നമ്മൾ റീഡ് ചെയ്യുന്നു. 400 കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ ഓർ ഇവിടെ അതായത് നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓർ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻപുട്ട് ഇയർ ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ആ ഇയർ എന്തുകൊണ്ട് ഡിവിസിബിൾ ആവരുത്? 100 കൊണ്ട് ഡിവിസിബിൾ ആവരുത്. ഓക്കെ, 3 കണ്ടീഷനാണ് ഉള്ളത്. ഒന്ന് 400 കൊണ്ട് ഡിവിസിബിൾ ആവണം, അല്ലെങ്കിൽ ആ ഒരു ഇയർ 4 കൊണ്ട് ഡിവിസിബിളും 100 കൊണ്ട് നോട്ട് ഡിവിസിബിളും ആണെങ്കിൽ അതിനെന്ത് പറയുന്നത്? ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിനെ റൺ ചെയ്ത് നോക്കുന്നു. റൺ. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ലീപ്പ് ഇയർ ആണ് 2020 അല്ലേ? 2020 ലീപ്പ് ഇയർ ആണോ? യെസ്. ദെൻ നമ്മൾ അടുത്തൊരു ലീപ്പ് ഇയർ ചെക്ക് ചെയ്യുന്നു. റൺ ചെയ്യാം. 1900 is divisible by 100 ആണ്, ആൻഡ് ഇസ് ഡിവിസിബിൾ ബൈ 4 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 1900 ഡിവിസിബിൾ ആണോ നോക്കാം, ലീപ്പ് ഇയർ ആണോ നോക്കാം. ഇറ്റ്സ് നോട്ട് എ ലീപ്പ് ഇയർ. അതിൻ്റെ റീസൺ എന്താ? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 100 ആൻഡ് ഇറ്റ്സ് ഡിവിസിബിൾ ബൈ 4 ആണ്. ശരിക്കും നമ്മുടെ കണ്ടീഷൻ പ്രകാരം ഇറ്റ്സ് നോട്ട് ഡിവിസിബിൾ ബൈ 100 ആണ് വേണ്ടത്. ഓക്കെ, ദ നെക്സ്റ്റ് പ്രോഗ്രാം നോക്കാം. പിരമിഡ്. അപ്പം നമ്മൾ ഈ പിരമിഡ് ഷേപ്പിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഒരു സിംഗിൾ സ്റ്റാർ കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിൽ 3 സ്റ്റാറാണ്, അതായത് ഓഡ് 1 ആണ് വരുന്നത്. സ്റ്റാർ 3, 5, 7, 9 എന്നുള്ള രീതിയിലാണ് പോകുന്നത് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഇതേപോലെ തന്നെ റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പം റേഞ്ച് എന്താണെന്നുള്ളത് ബൈ ഡിഫാൾട്ട് റേഞ്ച് 5 ആണ് കൊടുത്തിരിക്കുന്നത്. റേഞ്ച് വേണമെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാം. എത്ര ലൈൻസ്, എത്ര റോസ് ഇതിനകത്ത് പ്രിൻ്റ് ചെയ്യണം എന്നുള്ളത് ഇത് വാല്യൂ വേണമെങ്കിൽ റീഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ബൈ ഡിഫാൾട്ട് അത് 5 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ കെ എന്ന് പറയുന്നത് സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എത്ര സ്പേസ് വിട്ടിട്ടാണ് വേണ്ടതെന്ന്. ദെൻ നമ്മൾ സ്റ്റാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എൽ എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം 1 ആണ്. ദെൻ ഓരോ പ്രാവശ്യം ഈ ലൂപ്പ് ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോഴും അത് 2 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡൻറ്റേഷനാണ്. ഇപ്പോൾ നമുക്ക് ഫോർ ലൂപ്പ് കഴിഞ്ഞ് ഒരു ടാബ് സ്പേസ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഫോർ ലൂപ്പ്, ഇന്നർ ലൂപ്പ് വരുന്നത്. ദെൻ ഇന്നർ ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു ടാബ് കൂടി വിട്ട് കഴിഞ്ഞാൽ ആ ഇന്നർ ലൂപ്പിനുള്ളിലാണ്. ഇവിടെ ഇപ്പം നമ്മൾ ടാബ് കൊടുത്തിട്ടില്ല, ഇതിൻ്റെ മീനിങ് എന്താ? ഈ പ്രിൻ്റ് എന്ന് പറയുന്നത് ഔട്ടർ ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സ്റ്റാർ പിരമിഡ് പ്രിൻ്റ് ചെയ്യുന്നു. റൺ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ പിരമിഡ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? സ്റ്റാർ ഒരു ഷേപ്പ്, അതായത് റൈറ്റ് അലൈൻഡ് ആയിട്ടാണ് ഈ പിരമിഡ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പിരമിഡ് ഷേപ്പിൽ തന്നെ പ്രിൻ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അവിടെ പിരമിഡ് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് റേഞ്ച് വാല്യൂ എണ്ണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീഡ് ചെയ്യാണ് ചെയ്തത്. ഇൻപുട്ട് വാല്യൂ എൻ്റർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കേസിൽ നമുക്ക് 5 എന്ന് പറഞ്ഞ ബൈ ഡിഫാൾട്ട് കൊടുത്തതായിരുന്നു. ദെൻ അതേപോലെ ഈ വാല്യൂ, അതായത് സ്പേസിങ്ങിനകത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ സ്റ്റാർ ഇവിടെ എന്തായിരുന്നു? ഓഡ് നമ്പേഴ്സായിട്ടാണ് വന്നത്. ഇവിടെ അങ്ങനെയല്ല, 1, 2, 3, 4 ഇൻക്രീസിങ് ഓർഡറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഫോർ ലൂപ്പ് ഉണ്ട്, അതിനുള്ളിൽ നെസ്റ്റഡ് ആയിട്ടുള്ള ഫോർ ലൂപ്പാണ് വരുന്നത്. ദെൻ പ്രോഗ്രാമിലേക്ക് പോവാം നമുക്ക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നെസ്റ്റഡ് ഫോർ ലൂപ്പ്. ഇവിടെ ടാബ് സ്പേസ് കൊടുത്തിരിക്കുന്നത്, അത് ഇൻഡൻറ്റേഷനൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ.
ദെൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇത്ര കാര്യങ്ങളാണുള്ളത്. പിന്നെ നമുക്ക് സ്പേസ് വരുന്നത് ജെ ഇൻ റേഞ്ച് നം മൈനസ്, അതായത് എത്ര നമ്പേഴ്സാണ്. ഒരു സ്റ്റാർ ആണെങ്കിൽ നമ്മൾ ഇത്ര ഒരു സ്പേസ്, ഇപ്പം ടോട്ടൽ ലൈൻസ് എന്ന് പറയുന്നത് 10 ആണെങ്കിൽ 10 സ്പേസ് വിട്ടിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഫസ്റ്റ് സ്റ്റാർ പ്രിൻ്റ് ചെയ്ത്. കാരണം ഇനി 10 റോസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വാല്യൂ റേഞ്ച് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കാണുന്നു. എൻ്റെ റേഞ്ച് വന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ 5 ആണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ ഒരു രീതിയിലാണ്. ദെൻ നമുക്ക് ഒന്നുകൂടി ഈ പ്രോഗ്രാം റൺ ചെയ്യാം. റൺ മോഡ്യൂൾ. അപ്പോൾ ഞാൻ 10 കൊടുത്തു. 10 റേഞ്ചിലാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ശരിക്കും പിരമിഡ് ഷേപ്പിൽ തന്നെയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രോഗ്രാംസാണ് നമ്മൾ പൊതുവെ ഈ ഒരു മോഡലിലുള്ള പ്രോഗ്രാംസാണ് എക്സാംസിന് ചോദിക്കാറ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഈ പ്രോഗ്രാംസിലെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫങ്ഷൻസും അതുപോലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ നോക്കി വയ്ക്കുക. ഏതാണ്ട് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലേ, ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ട് ഇതിനെ പറ്റിയിട്ട് ഈ ഒരു പ്രോഗ്രാംസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ. ഓക്കെ, അപ്പോൾ ബൈ.